ഹോസേയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഉസിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നിവർ യൂദയുടെയും യോവാഷിൻ്റെയും മകൻ ജെറോബോവാം ഇസ്രായേലിൻ്റെയും രാജാക്കന്മാരായിരുന്ന കാലത്ത് ബേരിയയുടെ മകൻ ഹോസിയായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ഹോസിയ വഴി കർത്താവ് നൽകിയ സന്ദേശത്തിൻ്റെ തുടക്കം. അവിടുന്ന് അരുളി ചെയ്തു, നീ പോയൊരു വേശ്യയെ വിവാഹം ചെയ്ത് അവളിൽ നിന്ന് മക്കളെ നേടുക. കാരണം ദേശം കർത്താവിനെ പരിത്യജിച്ചു വേശ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു. അവൻ പോയി ദിമ്രാമിൻ്റെ പുത്രിയായ ഗോമറിനെ പരിഗ്രഹിച്ച് അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് ഹോസേയോട് പറഞ്ഞു, അവന് ജസ്രൽ എന്ന് പേരിടുക. കാരണം ജസ്രലിലെ രക്തച്ചൊരിച്ചിലിന് യേഹൂവിൻ്റെ കുടുംബത്തെ താമസമെന്നെ ഞാൻ ശിക്ഷിക്കും. ഇസ്രായേൽ ഭവനത്തിൻ്റെ രാജ്യത്വം ഞാൻ അവസാനിപ്പിക്കും. അന്ന് ജസ്രേൽ താഴ്വരയിൽ വെച്ച ഇസ്രായേലിൻ്റെ വില്ല് ഞാൻ ഒടിക്കും. അവൾ വീണ്ടും ഗർഭം ധരിച്ചൊരു പുത്രിയെ പ്രസവിച്ചു. കർത്താവ് ഹോസിയോട് അരുളി ചെയ്തു, നീ അവൾക്ക് കരുണ ലഭിക്കാത്തവളെന്ന് പേരിടുക. കാരണം ഞാൻ ഇസ്രായേലിൻ്റെ ഭവനത്തോട് ഇനി കരുണ കാണിക്കുകയോ അവരുടെ തെറ്റുകൾ ക്ഷമിക്കുകയോ ഇല്ല. എന്നാൽ യൂദാ ഗോത്രത്തോട് ഞാൻ കരുണ കാണിക്കും. വില്ലോ വാളോ യുദ്ധമോ കുതിരയോ കുതിരപ്പടയാളമോ അല്ല, അവരുടെ ദൈവമായ കർത്താവ് തന്നെ അവരെ രക്ഷിക്കും. കരുണ ലഭിക്കാത്തവരുടെ മുലകുടി മാറിയപ്പോൾ ഗോമേർ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അരുളി ചെയ്തു, അവൻ എൻ്റെ ജനമല്ല എന്ന് പേരിടുക. കാരണം നിങ്ങൾ എൻ്റെ ജനമല്ല, ഞാൻ നിങ്ങളുടെ ദൈവമല്ല. എങ്കിലും ഇസ്രായേൽ ജനം കടൽ തീരത്തെ മണൽത്തരി പോലെ അപരിമയവും സംഖ്യാതീതവുമാകും. നിങ്ങളെൻ്റെ ജനമല്ല എന്ന് പറഞ്ഞതിന് പകരം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ എന്ന് അവരെപ്പറ്റി പറയപ്പെടും. യൂദയായിലെയും ഇസ്രായേലിലെയും ജനം ഒന്നിച്ചു ചേരും. അവർ തങ്ങൾക്കായി ഒരു തലവനെ നിയമിക്കും. അവർ ദേശത്ത് പടർന്ന് ഐശ്വര്യം പ്രാപിക്കും. ജസ്രലിന്റെ ദിനം മഹത്വപൂർണമായിരിക്കും. ഹോസിയ 2-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ സഹോദരന്മാരെ എൻ്റെ ജനം എന്നും സഹോദരിമാരെ അവർക്ക് കരുണ ലഭിച്ചു എന്നും വിളിക്കുക. നിങ്ങളുടെ അമ്മയോട് വാദിക്കുക. വേശ്യാവൃത്തി വലിച്ചെറിയാനും മാറിൽ നിന്ന് പരസംഗം തുടച്ചു മാറ്റാനും അവളോട് വാദിക്കുക. അവൾ എൻ്റെ ഭാര്യയല്ല, ഞാൻ അവളുടെ ഭർത്താവുമല്ല. അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രാക്ഷേപം ചെയ്യും. പിറന്ന നാളിലെന്ന പോലെ അവളെ ഞാൻ നഗ്നയാക്കും. ഞാൻ അവളെ വിജനപ്രദേശം പോലെയും വരണ്ട നിലം പോലെയും ആക്കും. ദാഹിച്ചു മരിക്കാൻ ഞാൻ അവൾക്ക് ഇടവരുത്തും. അവളുടെ മക്കളോടും എനിക്ക് ദയ ഉണ്ടാവുകയില്ല. അവർ ജാരസന്നിധികളാണ്. അവരുടെ അമ്മ പരസംഗം ചെയ്തു. അവരെ ഗർഭം ധരിച്ചവൾ ലജ്ജാകരമായി പ്രവർത്തിച്ചു. എനിക്ക് ഭക്ഷണവും വെള്ളവും കമ്പിളിയും ചണവസ്ത്രങ്ങളും എണ്ണയും സുഗന്ധദ്രവ്യങ്ങളും തരുന്ന കാമുകന്മാരുടെ പിന്നാലെ ഞാൻ പോകും എന്ന് അവൾ പറഞ്ഞു. അതിനാൽ ഞാൻ അവളുടെ പാത മുള്ളുവേലി കെട്ടി അടയ്ക്കും. അവൾക്ക് വഴി കണ്ടെത്താനാവാത്ത വിധം അവൾക്കെതിരെ മതിൽ കെട്ടി ഉയർത്തും. അവൾ കാമുകന്മാരെ പിന്തുടരും, എന്നാൽ ഒപ്പം എത്തുകയില്ല. അവരെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. അപ്പോൾ അവൾ പറയും, ഞാൻ എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങും. ഇന്നത്തേക്കാൾ ഭേദമായിരുന്നു അന്ന്. അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും കൊടുത്തതും അവർ ബാലിനെ അർപ്പിച്ചിരുന്ന പൊന്നും വെള്ളിയും കൊണ്ട് അവളെ സമ്പന്നയാക്കിയതും ഞാനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അതിനാൽ കൊയ്ത്ത് കാലമാകുമ്പോൾ എൻ്റെ ധാന്യം വിളവെടുപ്പ് വരുമ്പോൾ എൻ്റെ വീഞ്ഞും ഞാൻ തിരിച്ചെടുക്കും. നഗ്ന മറയ്ക്കാൻ അവൾക്ക് കൊടുത്തിരുന്ന കമ്പിളിയും ചണവസ്ത്രങ്ങളും ഞാൻ തിരിച്ചു വാങ്ങും. അവളുടെ കാമുകന്മാരുടെ കൺമുമ്പിൽ വെച്ച് ഞാൻ അവളുടെ നഗ്നത അനാവൃതമാക്കും. എൻ്റെ പിടിയിൽ നിന്ന് ആരും അവളെ രക്ഷിക്കുകയില്ല. അവളുടെ ഹർഷാരവങ്ങൾ, ഉത്സവങ്ങൾ, അമാവാസികൾ, സാപത്തുകൾ, നിർദ്ദിഷ്ടോത്സവങ്ങൾ എന്നിവയ്ക്ക് ഞാൻ അറുതി വരുത്തും. കാമുകൻ തന്ന പ്രതിഫലമെന്ന് അവൾ പറഞ്ഞിരുന്ന മുന്തിരിച്ചെടികളും അത്തിവൃക്ഷങ്ങളും ഞാൻ നശിപ്പിക്കും. അവയെ ഞാൻ വനമാക്കി മാറ്റും. വന്യമൃഗങ്ങൾ അവ തിന്നൊടുക്കും. സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ച ബാൽദേവന്മാരുടെ ഉത്സവങ്ങൾ ആഘോഷിച്ചതിനും എന്നെ മറന്ന് കർണാഭരണങ്ങളും കണ്ഠാഭരണങ്ങളും അണിഞ്ഞ് കാമുകന്മാരുടെ പുറകെ പോയതിനും ഞാൻ അവളെ ശിക്ഷിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും. ആഘോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. അവളുടെ യുവത്വത്തിലെന്ന പോലെ, ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എൻ്റെ വിളി കേൾക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് നീ എന്നെ പ്രിയതമനെന്ന് വിളിക്കും. എൻ്റെ ബാലെന്ന് നീ മേലിൽ വിളിക്കുകയില്ല.
ബാൽദേവന്മാരുടെ പേരുകൾ അവളുടെ അധരങ്ങളിൽ നിന്ന് ഞാൻ അകറ്റും. മേലിൽ അവരുടെ പേരുകൾ അവൾ ഉച്ചരിക്കുകയില്ല. ആ നാളുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശപ്പറവുകളോടും ഇഴജന്തുക്കളോടും ഞാൻ ഒരു ഉടമ്പടി ചെയ്യും. വില്ലും വാളും യുദ്ധവും ദേശത്തുനിന്ന് ഞാൻ തുടച്ചു മാറ്റും. സുരക്ഷിതമായി ശയിക്കാൻ ഞാൻ നിനക്കിടവരുത്തും. എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും. നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും. വിശ്വസ്തയിൽ നിന്നെ ഞാൻ സ്വസ്ഥമാക്കും. കർത്താവിനെ നീ അറിയും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ ആകാശത്തിന് ഉത്തരമരുളും, ആകാശം ഭൂമിക്കും. ഭൂമി ധാന്യവും വീഞ്ഞും എണ്ണയും കൊണ്ട് ഉത്തരം നൽകും. അവ ജസ്രലിന് ഉത്തരം നൽകും. അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും. കരുണ ലഭിക്കാത്തവരോട് ഞാൻ കരുണ കാണിക്കും. എൻ്റെ ജനമല്ലാത്തവനോട് നീ എൻ്റെ ജനമാണെന്ന് ഞാൻ പറയും. അവിടുന്ന് എൻ്റെ ദൈവമാണെന്ന് അവർ പറയും.